ഗുരുഭ്യോ നമഃ. വിഘ്നേശ്വരായ നമഃ. ജയ് ശ്രീ രാധേ 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 ശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഗർഗസംഹിതയിലെ ഗോലോകഖണ്ഡത്തിലെ അവസാനത്തെ അധ്യായം 20 ദുർവാസാവ് മഹർഷി ഭഗവാന്റെ മായയിൽപ്പെടുന്നു. ഈ കഥ അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. നാരദ മഹർഷി ബഹുലാശ മഹാരാജാവിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതായ ആ ഗർഗ ഭാഗവതാണ് നമ്മളിപ്പോൾ ഗർഗസംഹിതയിൽ കൂടി മനസ്സിലാക്കുന്നത്. നാരദ മഹർഷി പറയാണ്, മുനിശ്രേഷ്ഠനായ ദുർവാസാവ് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വ്രജഭൂമിയിൽ ഒരു ദിവസം എത്തിച്ചേർന്നു. അദ്ദേഹം കാളിന്തിയുടെ അടുത്ത് പവിത്രമായ പൊളിനത്തിൻ്റെ രമണീയ സ്ഥലത്ത് മഹാവനത്തിനടുത്ത് വെച്ചിട്ട് കണ്ണനെ അടുത്ത് വെച്ച് കണ്ടു. ആ ശോഭാശാലിയായ മദനഗോപാലൻ കുട്ടികളോടൊപ്പം ഇങ്ങനെ മണ്ണിൽ വീണുരുളുക, പരസ്പരം മല്ലയുദ്ധം നടത്തുക ഒക്കെ ചെയ്യുക പതിവായിരുന്നു. ആ ഒരു രംഗമാണ് മഹർഷി കണ്ടത്. ഈ കാരണങ്ങളാൽ ഭഗവാൻ വളരെയധികം ശോഭയുള്ളവനായി കാണപ്പെടുന്നു എന്നാണ് ഗർഗഭാഗവതം പറയണത്. കണ്ണൻ്റെ ശരീരം മുഴുവൻ പൊടി പുരണ്ടിട്ടുണ്ടായിരുന്നു. തലയിൽ കറുത്ത ചുരുണ്ട മുടി പാറി പടർന്ന് ശോഭിക്കുണ്ടായിരുന്നു. ദിഗംബര വേഷത്തിൽ കുട്ടികളോടൊപ്പം ഓടി നടക്കുന്ന കണ്ണനെ കണ്ടപ്പോൾ ദുർവാസാവ് മുനിക്ക് വളരെയധികം അത്ഭുതമാണ് തോന്നിയത്. മഹർഷി സ്വയം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഷഡ്വിധ ഐശ്വര്യസമ്പന്നനായ ആ ഈശ്വരൻ തന്നെയാണോ ഇത്? അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ കൂടെ മണ്ണിൽ വീണ് ഉരുളാൻ എന്താണ് കാരണം? തൻ്റെ അറിവനുസരിച്ചിട്ട് ഇത് നന്ദപുത്രൻ മാത്രമാണ്, പരാത്പരനായ ആ ശ്രീകൃഷ്ണ ഭഗവാനല്ല എന്ന് സ്വയം മഹർഷി ഇങ്ങനെ ചിന്തിക്കുകയാണ്. പെട്ടെന്ന് ദുർവാസാവ് മഹർഷിയുടെ അടുത്തേക്ക് കളിച്ചുകൊണ്ടിരുന്ന കണ്ണൻ ഓടി വന്നു. എന്നിട്ട് മടിയിൽ കയറിയിരുന്നു. അത് കഴിഞ്ഞ് മടിയിൽ നിന്ന് ഓടിപ്പോയി. കണ്ണൻ്റെ ദൃഷ്ടി അതിമനോഹരമായിരുന്നു. ഭഗവാൻ ചിരിച്ചുകൊണ്ടും മധുരവചനങ്ങൾ പറഞ്ഞുകൊണ്ടും വീണ്ടും മുനിയുടെ അടുത്ത് വന്നു. ചിരിച്ചുകൊണ്ടിരുന്ന കണ്ണൻ്റെ ശ്വാസത്തിൽ മുനി വെറും പൊടിയായി മാറി കണ്ണൻ്റെ വായിലേക്ക് പോയി. അകത്ത് ചെന്നപ്പോൾ മുനി വിശാലമായ ലോകം കണ്ടു. അവിടെ നിർജ്ജനമായതും കാട് നിറഞ്ഞതുമായ പ്രദേശം കാണപ്പെട്ടു. ആ കാടുകളിൽ അലഞ്ഞു നടന്നുകൊണ്ട് മുനി പറയുകയാണ്, താൻ എവിടെ നിന്നാണ് ഇവിടെ എത്തിയത്? അതിനിടയിൽ മുനിയെ ഒരു പെരുമ്പാമ്പ് വിഴുങ്ങി. അതിൻ്റെ വയറ്റിലെത്തിയപ്പോൾ മുനിക്ക് സകല ലോകങ്ങളോടും കൂടിയ മുഴുവൻ ബ്രഹ്മാണ്ടവും കാണാൻ സാധിച്ചു. അവിടുത്തെ ലോകങ്ങളിലൂടെ സഞ്ചരിച്ച് മുനി ഒരു ശ്വേതപർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നെത്തി. ആ പർവ്വതത്തിന് മുകളിൽ 100 കോടി വർഷത്തോളം മുനി ഭഗവാനെ തപസ് ചെയ്തു. അപ്പോഴേക്കും മുഴുവൻ ലോകത്തിനും ഭയങ്കരമായ നൈമിത്തിക പ്രളയം വന്നെത്തി. സമുദ്രം എല്ലാ ഭാഗത്തു നിന്നും വിഴുങ്ങിക്കൊണ്ട് മുനിയുടെ അടുത്തേക്ക് വന്നു. ദുർവാസാവ് മുനി ആ വെള്ളത്തിൽ ഒഴുകിപ്പോകാൻ തുടങ്ങി. ഒരിടത്തും കര കാണാൻ മുനിക്ക് സാധിച്ചില്ല. അപ്പോഴേക്കും ഒരു സഹസ്രയുഗം കഴിഞ്ഞുപോയി. അതിനുശേഷം മുനി ഏകാർണവ ജലത്തിൽ മുങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി നശിച്ചുപോയി. പിന്നീട് അദ്ദേഹം ബോധം വന്നപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹത്തിന് വേറൊരു ബ്രഹ്മാണ്ഡം കാണാൻ പറ്റി. ആ ബ്രഹ്മാണ്ഡത്തിൻ്റെ ദ്വാരത്തിലൂടെ ഉള്ളിൽ കയറിയപ്പോൾ അദ്ദേഹം ദിവ്യ സൃഷ്ടിയിലെത്തി. അവിടെ ആ ബ്രഹ്മാണ്ഡത്തിൻ്റെ ശിരോഭാഗത്ത്, അതായത് ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്ത് കാണപ്പെട്ട ലോകങ്ങളിൽ ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം മുഴുവൻ കഴിച്ചുകൂട്ടി. അവിടെ ഒരു ദ്വാരം കണ്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം അതിൽ പ്രവേശിച്ചു. അതോടെ അദ്ദേഹം ബ്രഹ്മാണ്ഡത്തിന് പുറത്തെത്തി. അവിടെ അദ്ദേഹത്തിന് മഹത്തായ ജലരാശി, അതായത് വീരജാനദി കാണാൻ സാധിച്ചു. ആ ജലരാശികളിൽ അദ്ദേഹത്തിന് കോടിക്കണക്കിന് ബ്രഹ്മാണ്ഡങ്ങൾ ഒഴുകി നടക്കുന്നത് കാണാൻ കഴിഞ്ഞു. വിരജാനദി കടന്ന് വീണ്ടും പോയപ്പോൾ മുനിക്ക് സാക്ഷാൽ ഗോലോകത്തിൽ വൃന്ദാവനം, ഗോവർദ്ധനം,
സുന്ദര യമുനാ പുളിനം എന്നിവ കാണാൻ കഴിഞ്ഞു. അത് കണ്ടപ്പോൾ മുനിക്ക് വളരെയധികം സന്തോഷം തോന്നി. പിന്നീട് മുനി നികുഞ്ചത്തിൽ ചെന്നപ്പോൾ അനന്തകോടി സൂര്യനെപ്പോലെ ശോഭിക്കുന്ന ജ്യോതിർമണ്ഡലത്തിനുള്ളിൽ ദിവ്യലക്ഷദള കമലത്തിൽ സ്ഥിതി ചെയ്യുന്ന സാക്ഷാൽ പരിപൂർണതമൻ രാധാവല്ലഭൻ ശ്രീകൃഷ്ണനെ അനേകം ഗോപികമാരാലും പശുക്കൂട്ടങ്ങളാലും ചുറ്റപ്പെട്ട വിധത്തിൽ കാണാൻ സാധിച്ചു. അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുടെ അധിപതിയായ ശ്രീകൃഷ്ണനോടൊപ്പം ഗോലോകം കാണാനും മുനിക്ക് സാധിച്ചു. മുനിയെ കണ്ടപ്പോൾ കണ്ണൻ ചിരിച്ചു. ചിരിക്കുമ്പോൾ ഭഗവാന്റെ ശ്വാസത്തിലൂടെ വായിൽ നിന്നും മുനി പുറത്തേക്ക് വന്നു. പുറത്തു വന്നപ്പോൾ കാളിന്തി നദിയുടെ തീരത്ത് ദേഹം മുഴുവൻ പൊടി പുരണ്ടുകൊണ്ട് മണ്ണിൽ വീണുരുണ്ട് കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന അതേ കൃഷ്ണനെ തന്നെയാണ് മുനിക്ക് കാണാൻ സാധിച്ചത്. മഹാവനത്തിൽ കണ്ണനെ ആ വിധത്തിൽ വീണ്ടും കണ്ടപ്പോൾ അത് പരാത്പരനും വൈകുണ്ഠാധിപതിയുമായ ശ്രീകൃഷ്ണനാണെന്ന് മുനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നീട് അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനെ വീണ്ടും 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 വീണ് നമസ്കരിച്ച് കൈതൊഴുതുകൊണ്ട് പറഞ്ഞു: ആരുടെ കണ്ണുകൾ പുതുതായി വിരിഞ്ഞ ശതദള കമലം പോലെ ഇരിക്കുന്നുവോ, അധരങ്ങൾ ബിംബാഫലത്തിൻ്റെ അരുണിമയെ തിരസ്കരിക്കുന്ന വിധത്തിലിരിക്കുന്നുവോ, ആരുടെ ദേഹകാന്തി സജല മേഘങ്ങളുടെ ശ്യാമഭംഗിയേക്കാൾ അധികമായിരിക്കുന്നുവോ, ആരുടെ മുഖത്ത് എപ്പോഴും മന്ദസ്മിതം കാണപ്പെടുന്നുവോ, ആരുടെ ചലനം സുന്ദര മധുര മന്ദഗതിയിലായിരിക്കുന്നുവോ, ആ ബാല്യാവസ്ഥയിൽ വിലസുന്ന മനോജ്ഞനായ ശ്രീ നന്ദനനെ താൻ മനസ്സുകൊണ്ട് പ്രണമിക്കുന്നു. ആരുടെ കാലുകളിൽ ചിലങ്കയും വളയും കിലുങ്ങുന്നുവോ, ആരുടെ അരയിൽ നൂതന രത്നനിർമ്മിതമായ അരഞ്ഞാണം ശോഭിക്കുന്നുവോ, ആരുടെ നെറ്റിയിൽ ദൃഷ്ടിജനിതമായ ദുഃഖം ഇല്ലാതാക്കുന്ന കൺമഷി പൊട്ട് കാണപ്പെടുന്നുവോ, ആര് കാളിന്തി തടത്തിൽ ബാലോചിതമായ കളികളിൽ മുഴുകിയിരിക്കുന്നുവോ, ആ ശ്രീകൃഷ്ണനെ താൻ നമസ്കരിക്കുന്നു. ആരുടെ പൂർണ്ണചന്ദ്രോപമമായ സുന്ദരമുഖത്ത് നൂതനമായ നീലഘനശ്യാമവർണ്ണത്തെ തിരസ്കരിക്കുന്ന പാറി നടക്കുന്ന കറുത്ത മുടി ശോഭിക്കുന്നുവോ, ആരുടെ ശിരസ് അല്പം മുമ്പോട്ട് കുനിഞ്ഞിരിക്കുന്നുവോ, ആ ശ്രീകൃഷ്ണ ഭഗവാനെയും ജ്യേഷ്ഠനായ ബലരാമനെയും താൻ വീണ്ടും 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 നമസ്കരിക്കണം. ആരാണോ രാവിലെ എഴുന്നേറ്റ് ഈ നന്ദനന്ദന സ്തോത്രം ഉരുവിടുന്നത്, അവൻ്റെ മുമ്പിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷനായി തീരും എന്നുകൂടി ഗർഭഭാഗവതം ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇപ്രകാരം കണ്ണനെ പ്രണമിച്ച് മുനിശ്രേഷ്ഠനായ ദുർവാസാവ് ഭഗവാനെ തന്നെ ധ്യാനിച്ച് ജപിച്ചുകൊണ്ട് വടക്ക് ബദരീ ആശ്രമത്തിലേക്ക് പോയി. ഇപ്രകാരം ദേവർഷി പ്രവരനായ നാരദൻ ബുദ്ധിമാനായ ബഹുലാശ്വ മഹാരാജാവിന് ശ്രീകൃഷ്ണചരിതം പറഞ്ഞു കേൾപ്പിച്ചു. അത് മുഴുവൻ താൻ പറഞ്ഞു കേൾപ്പിച്ചു എന്നാണ് നാരദ മഹർഷി പറയണത്. ഭഗവാന്റെ യശസ് കലിയുടെ ദോഷങ്ങളെ നശിപ്പിക്കുന്നതും ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയെ പ്രദാനം ചെയ്യുന്നതും അഭൗതികവുമാണ്. അപ്പോൾ ഇനി എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നാരദ മഹർഷി ബഹുലാശ്വ മഹാരാജാവിനോട് ചോദിക്കുകയാണ്. ബഹുലാശ്വൻ ശാന്തസ്വരൂപനും ശാന്തദാതാവും മഹാമുനിയുമായ നാരദ മഹർഷിയോട് പിന്നെ എന്താണ് ചോദിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ പറയാണ്: പരമാനന്ദ സ്വരൂപനായ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിനുശേഷം ഏതെല്ലാം വിചിത്ര ലീലകൾ ചെയ്തു എന്ന് തനിക്ക് പറഞ്ഞു തരൂ എന്നാണ് മഹാരാജാവ് ചോദിച്ചത്. ഭഗവാനിൽ നിന്നും മുൻപുണ്ടായ അവതാരങ്ങളും പലതും ചെയ്തിട്ടുണ്ടെങ്കിലും സാക്ഷാൽ പരിപൂർണതമനായ ശ്രീകൃഷ്ണൻ എന്തൊക്കെ ലീലകളാണ് ചെയ്തതെന്ന് വിശദമായി പറഞ്ഞു തന്നാലും എന്ന് അപേക്ഷിക്കുകയാണ് പിന്നീട് ബഹുലാശ്വ മഹാരാജാവ്. അപ്പോൾ നാരദ മഹർഷി പറയുകയാണ്: പുണ്യവാനായ ഒരാൾക്ക് മാത്രമാണ് ശ്രീകൃഷ്ണ ചരിതത്തെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുള്ളൂ. വൃന്ദാവനത്തിൽ ഭഗവാൻ ചെയ്ത ലീലകളെപ്പറ്റി ഇനി വർണ്ണിക്കാം. ഗോലോകലീലകൾ അത്യന്തം രഹസ്യ സ്വഭാവമുള്ളതും പരമാത്ഭുതകരവുമാണ്. ഗോലോകത്തിലെ രാസമണ്ഡലത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഇതെല്ലാം വർണ്ണിച്ചിട്ടുണ്ട്.
അത് ഭഗവാൻ കൃഷ്ണൻ നികുഞ്ചത്തിൽ വെച്ച് രാധികയെ കേൾപ്പിച്ചിട്ടുണ്ട്. പിന്നീട് രാധയാണ് തനിക്കിതെല്ലാം പറഞ്ഞു തന്നത് എന്നാണ് നാരദ മഹർഷി പറയണത്. അതാണ് ഇപ്പോൾ താൻ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത് എന്നും നാരദ മഹർഷി പറയണു. ജയ് ശ്രീ രാധേ 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 ശ്യാം. രാധാറാണിയുടെ കാരുണ്യം അല്ലേ. ഈ ഗോലോകചരിതം എല്ലാം പ്രദാനം ചെയ്യുന്ന ആ മാഹാത്മ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ബ്രാഹ്മണർ ഇത് പഠിച്ചാൽ മുഴുവൻ ശാസ്ത്രങ്ങളുടെ അർത്ഥത്തിൻ്റെയും ജ്ഞാതാവായിത്തീരുന്നു. ക്ഷത്രിയർ ഇത് പഠിച്ചാൽ പ്രചണ്ഡ പരാക്രമികളായി ചക്രവർത്തികളായി മാറണു. വൈശ്യൻ ഇത് കേട്ടാൽ നിധിപതിയായിത്തീരണു. ശൂദ്രൻ കേട്ടാൽ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിതനായിത്തീരണു. ആരാണോ ഈ ലോകത്ത് കർമ്മഫലേച്ഛയില്ലാതെ ഇത് പഠിക്കുന്നത് അവൻ മോക്ഷത്തെ പ്രാപിക്കണു. ആരാണോ ഭക്തിയിൽ മുഴുകിക്കൊണ്ട് ഇത് നിത്യവും പഠിക്കുന്നത് അവൻ ഈ ഭൗതിക പ്രപഞ്ചത്തിന് അതീതനായിത്തീരണു. അവൻ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ ഗോലോകധാമത്തിൽ ചെന്നെത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗർഗസംഹിതയിലെ ഗോലോകഖണ്ഡം ഇവിടെ സമർപ്പിക്കുന്നത്. ഈ ഗോലോകഖണ്ഡം നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും എന്തെങ്കിലും സ്മരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുനാഥന്മാരെയും ആ രാധാകൃഷ്ണന്മാരുടെയും മാതാപിതാക്കളുടെയും പൂർവജന്മത്തെയും ഒക്കെ സുകൃതം മാത്രമാണ്. എല്ലാം ആ രാധാകൃഷ്ണന്മാരുടെ പാതാരവിന്ദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇത് കേൾക്കാൻ കഴിയുന്ന ഓരോരുത്തർക്കും എപ്പോഴും രാധാകൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. ജയ് ശ്രീ രാധേ 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 ശ്യാം.